ഇത് വി ഡി സതീശൻ അവിടെ പാർലമെൻ്ററി പാർട്ടി യോഗം വിളിക്കാത്തത് കൊണ്ടോ UDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം നടക്കാത്തത് കൊണ്ടോ ഉയർന്ന വിമർശനമല്ല എന്നത് ഇപ്പോൾ ഇവിടെ തീർച്ചയായും നമുക്ക് സ്ഥിരീകരിച്ച് പറയാം. കാരണം 23 തവണയാണ് UDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നത്, 6 തവണ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയും യോഗം ചേർന്നിട്ടുണ്ട്. അപ്പം മറ്റ് കാരണങ്ങളൊക്കെ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ ആരോപണം അങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് കാരണം എന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെ വിവിധ വിഷയങ്ങൾ ഇവർക്കൊക്കെ ആരോപണം ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്താണ്? ഈ സാമുദായിക സംഘടനകളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം വി ഡി സതീശൻ സ്വീകരിക്കുന്നു എന്നത് അതൊരു തെറ്റായി എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക, അല്ലെങ്കിൽ അതൊരാരോപണമായി എങ്ങനെയാണ് മറ്റു ഗ്രൂപ്പുകൾക്ക് അവതരിപ്പിക്കാൻ കഴിയുക എന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നേയില്ല. പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം എന്നത് സാമുദായിക സംഘടനകളുമായി ഇത്തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് എന്നതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ ഇടതുമുന്നണി സർക്കാർ രൂപീകരണത്തിനുള്ള താല്പര്യം നിലനിൽക്കുന്നത്, വീണ്ടും അടുത്ത 3ാം സർക്കാർ എന്നുള്ള സങ്കല്പത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സാമുദായിക സംഘടനകളോട് വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നുള്ള ആരോപണം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് വി ഡി സതീശൻ സാമുദായിക സംഘടനകളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത്. അതിനെ പോസിറ്റീവായി തന്നെ വേണ്ടേ കാണാൻ. മാത്രമല്ല, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ വളരെ ഉറച്ച നിലപാട് വി ഡി സതീശൻ സ്വീകരിച്ചു എന്നതിനെ എങ്ങനെയാണ് തെറ്റായി വ്യാഖ്യാനിക്കാൻ കഴിയുക? ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് പല തരത്തിലും ആ വിഷയത്തെ ട്വിസ്റ്റ് ചെയ്യാനോ അതിലൊരു വിട്ടുവീഴ്ച മനോഭാവത്തോടെ നിൽക്കാനോ കഴിയുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ഉറച്ച നിലപാടെടുത്തു എന്നത് എങ്ങനെയാണ് ഒരു തെറ്റായി വ്യാഖ്യാനിക്കാൻ കഴിയുക എന്നത് മനസ്സിലാവുന്നില്ല. എന്തായാലും കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ കൺവെൻഷണൽ സ്റ്റൈലിലൊന്നുമല്ല വി ഡി സതീശൻ പ്രവർത്തിക്കുന്നത്. ഗ്രൂപ്പ് മാനേജേഴ്സ് തീർച്ചയായും വേണം. അങ്ങനെ ഗ്രൂപ്പ് മാനേജേഴ്സ് എന്ന തരത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഓരോ ജില്ലയിലും ഇതിൻ്റെ മേൽനോട്ടക്കാർ വേണം. ആ നിലയ്ക്ക് മേൽനോട്ടക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നൊന്നും തൽക്കാലം നിരീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. വി ഡി സതീശൻ്റെ രാഷ്ട്രീയ രീതികളെ നിരീക്ഷിക്കുമ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് വരുന്ന ദിവസങ്ങളിൽ ഈ വിഭാഗീയത കൂടുതൽ രൂക്ഷമാവുമോ, അതല്ല തൽക്കാലം അതിനെയെല്ലാം അവസാനിപ്പിക്കാൻ അടുത്ത പാർലമെൻ്ററി പാർട്ടി യോഗത്തോടെ തന്നെ വി ഡി സതീശന് കഴിയുമോ എന്നതും